നമ്മളിന്ന് ബൈബിളിലെ തന്നെ ഏറ്റവും സങ്കീർണവും എന്നാൽ ചിന്തിപ്പിക്കുന്നതുമായ ഒരു ഭാഗത്തേക്കാണ് കടക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം. ദൈവത്തിന്റെ പരമാധികാരവും മനുഷ്യന്റെ ഇച്ഛാസ്വാതന്ത്ര്യവും തമ്മിലുള്ള വലിയൊരു ആശയക്കുഴപ്പമുണ്ടിതിൽ. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എന്നോടൊപ്പം മറ്റൊരാൾ കൂടിയുണ്ട്. ശരിയാണ്, ഇതൊരു വലിയ ചോദ്യം തന്നെയാണല്ലേ. അതായത് ദൈവം എല്ലാറ്റിൻ്റെയും മേൽ പൂർണ്ണ നിയന്ത്രണമുള്ളവനാണെങ്കിൽ പിന്നെ മനുഷ്യരായ നമ്മുടെ തീരുമാനങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? എല്ലാം ദൈവം മുൻകൂട്ടി തീരുമാനിച്ചതാണെങ്കിൽ നമ്മൾ എന്തു ചെയ്തിട്ടും കാര്യമില്ലല്ലോ എന്നാർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? അതെ, വളരെ സ്വാഭാവികമായ ഒരു സംശയമാണത്. എന്നാൽ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, പൗലോസ് അപ്പോസ്തലൻ ഈ അധ്യായം തുടങ്ങുന്നത് വലിയൊരു ഫിലോസഫി പറഞ്ഞുകൊണ്ടല്ല, പകരം വളരെ വ്യക്തിപരമായ ഹൃദയഭേദകമായൊരു സങ്കടത്തോടെയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് എന്ന്. ആർക്കുവേണ്ടിയാണെന്നോ? സ്വന്തം ജനമായ ഇസ്രായേലിയർക്കു വേണ്ടി. ദൈവത്തിന്റെ പുത്രത്വവും നിയമങ്ങളും വാഗ്ദത്തങ്ങളും ഒക്കെ ലഭിച്ചിട്ടും യഥാർത്ഥ രക്ഷകനെ അവർ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തെ വല്ലാതെ തളർത്തിയിരുന്നു. ഇവിടെയാണ് പൗലോസ് പാരമ്പര്യവും ദൈവത്തിന്റെ വാഗ്ദത്തവും തമ്മിലുള്ള ആ വലിയ വ്യത്യാസം എടുത്തു കാണിക്കുന്നത്. പൗലോസ് പറയുന്ന ഒരു പ്രധാന കാര്യം ഇതാണ്: ഇസ്രായേലിൽ ജനിച്ചതുകൊണ്ട് മാത്രം എല്ലാവരും യഥാർത്ഥ ഇസ്രായേലിയരാകുന്നില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ, അബ്രഹാമിന്റെ വംശത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം എല്ലാവരും ദൈവമക്കളാകുമോ? ഇല്ല. ജഡപ്രകാരം ജനിച്ച മക്കളല്ല, മറിച്ച് വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളാണ് യഥാർത്ഥ അവകാശികൾ. അബ്രഹാമിന് വേറെയും മക്കളുണ്ടായിരുന്നെങ്കിലും ഇസ്ഹാക്കിലൂടെ ജനിക്കുന്നവർ മാത്രമേ വാഗ്ദത്ത സന്തതികളായി എണ്ണപ്പെടുന്നുള്ളൂ. അപ്പോഴൊരു സംശയം, എങ്ങനെയാണ് ഒരാൾ ഈ വാഗ്ദത്തത്തിന്റെ മകനാകുന്നത്? അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ കൊണ്ടാണോ? അല്ലയല്ല, അവിടെയാണ് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്ന ആശയം വരുന്നത്. മനുഷ്യന്റെ പ്രവൃത്തികൾക്കോ യോഗ്യതകൾക്കോ ഇതിൽ സ്ഥാനമില്ല. ഇത് പൂർണ്ണമായും ദൈവത്തിന്റെ തീരുമാനമാണ്. ഇതിനൊരു ഒന്നാംതരം ഉദാഹരണം പൗലോസ് പറയുന്നുണ്ട്. റിബെക്കയുടെ ഇരട്ടക്കുട്ടികളായ യാക്കോബും ഏശാവും. അവർ ജനിക്കുകയോ നല്ലതോ ചീത്തയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനു മുൻപ് തന്നെ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് വെളിപ്പെട്ടു. മനുഷ്യരുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, വിളിച്ച ദൈവത്തിന്റെ ഇഷ്ടം നിമിത്തമാണ് ഈ തിരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായും നീതിയെക്കുറിച്ചുള്ള ഒരു ചോദ്യം അവിടെ ഉയരില്ലേ? അതായത്, ഒരാൾ ജനിക്കുന്നതിനു മുമ്പ് തന്നെ അവരെന്ത് ചെയ്യുമെന്ന് പോലും നോക്കാതെ ദൈവം അവരെ തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ അതിൽ വലിയൊരു അനീതിയില്ലേ? നമ്മൾ സാധാരണ മനുഷ്യർ ചിന്തിക്കുമ്പോൾ ഇത് തികച്ചും അന്യായമായിട്ടല്ലേ തോന്നുക? അപ്പോൾ പിന്നെ നമ്മുടെ സ്വന്തം പ്രവൃത്തികൾക്കൊരു വിലയുമില്ലേ? ഉറപ്പായും അങ്ങനെ തോന്നും. പക്ഷേ പൗലോസ് അതിന് കൊടുക്കുന്ന മറുപടി വളരെ കൃത്യമാണ്. ഒരു നാളുമില്ല, ദൈവത്തിൽ യാതൊരു അനീതിയുമില്ല. ദൈവം മോശയോട് പറഞ്ഞൊരു കാര്യം അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ രക്ഷ എന്നത് പൂർണ്ണമായും 100% ദൈവത്തിന്റെ കരുണയെ ആശ്രയിച്ചിരിക്കുന്നു. അല്ലാതെ നമ്മൾ ഇച്ഛിക്കുന്നതുകൊണ്ടോ നമ്മൾ ഓടി നടക്കുന്നതുകൊണ്ടോ കിട്ടുന്ന ഒന്നല്ല ഇത്. ഇതൊന്നു കൂടുതൽ വ്യക്തമാക്കാൻ ചരിത്രത്തിലെ 2 വലിയ വ്യക്തികളെ നമുക്കെടുക്കാം: മോശയും ഫറവോനും. ഈ രണ്ടുപേരും ഒരേ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയത്. പക്ഷേ മോശയ്ക്ക് ദൈവത്തിന്റെ അചഞ്ചലമായ കരുണ ലഭിച്ചു. ഫറവോന്റെ കാര്യമോ? ദൈവത്തിന്റെ വലിയ ശക്തി അവനിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനും ദൈവനാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടുവാനും വേണ്ടി ദൈവം ഫറവോനെ നിർത്തി. ദൈവം തനിക്ക് മനസ്സുള്ളവനോട് കരുണ കാണിക്കുന്നു, അതുപോലെ തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുകയും ചെയ്യുന്നു. ഇത് ദൈവത്തിന്റെ മാത്രം പരമാധികാരമാണ്. ഈയൊരു വലിയ ആശയത്തെ വിശദീകരിക്കാൻ പൗലോസ് ഉപയോഗിക്കുന്ന വളരെ പ്രശസ്തമായ ഒരു ഉദാഹരണമുണ്ട്: കുശവനും കളിമണ്ണും. ഒന്ന് നിൽക്കണേ, എങ്കിൽ വീണ്ടും ഒരു ചോദ്യം ബാക്കിയാകുന്നു. ദൈവമാണ് എല്ലാം തീരുമാനിക്കുന്നത്, ദൈവമാണ് ഒരാളെ കഠിനനാക്കുന്നതെങ്കിൽ പിന്നെ ദൈവം നമ്മെ എന്തിനു കുറ്റം പറയണം? ആർക്കെങ്കിലും ദൈവത്തിന്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കാൻ പറ്റുമോ? ദൈവം ഫറവോനെ കഠിനനാക്കിയെങ്കിൽ ഫറവോനെ എന്തിനു ശിക്ഷിക്കണം? ഇതൊരു ന്യായമായ ചോദ്യമല്ലേ? നമ്മുടെ മനുഷ്യരുടെ യുക്തിയിൽ ചിന്തിക്കുമ്പോൾ അത് 100% ന്യായമാണ്. എന്നാൽ പൗലോസ് ഇതിന് നൽകുന്ന മറുപടി വളരെ ശക്തമാണ്. അദ്ദേഹം മനുഷ്യന്റെ യുക്തിയേക്കാളുപരി സ്രഷ്ടാവായ ദൈവത്തിന്റെ അധികാരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നത് ഇതാണ്: അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആര്? മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചതെന്ത് എന്ന് ചോദിക്കുമോ? ഇവിടെ നാം വെറും സൃഷ്ടികൾ മാത്രമാണെന്ന വലിയ യാഥാർത്ഥ്യത്തിലേക്കാണ് പൗലോസ് വിരൽ ചൂണ്ടുന്നത്. സ്രഷ്ടാവായ ദൈവത്തെ ചോദ്യം ചെയ്യാൻ സൃഷ്ടിയായ മനുഷ്യന് അധികാരമില്ല എന്ന് സാരം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരേ കളിമൺ പിണ്ഡത്തിൽ നിന്ന് തന്നെ ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനുമായി ഉണ്ടാക്കാനൊരു കുശവന് അധികാരമില്ലേ? തീർച്ചയായും ഉണ്ട്. അതുപോലെ തന്നെയാണിതും. ദൈവം തന്റെ കോപം കാണിക്കാനും ശക്തി വെളിപ്പെടുത്താനും ഇച്ഛിച്ചിട്ട്
നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു. എന്തിനുവേണ്ടി? തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ. ഈ 2 പാത്രങ്ങളും രൂപപ്പെടുന്നത് ഒരേ മണ്ണിൽ നിന്നാണെന്ന കാര്യം നമ്മൾ മറക്കരുത്. ദൈവത്തിന്റെ ഈ പരമാധികാര തീരുമാനങ്ങൾ ആത്യന്തികമായി കൊണ്ടെത്തിക്കുന്നത് സകല ജനതകൾക്കും ലഭിക്കുന്ന വലിയൊരു കരുണയിലേക്കാണ്. ഈ തീരുമാനങ്ങളുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിന്റെ കരുണ വെറും യഹൂദന്മാരിൽ മാത്രം ഒതുങ്ങി നിന്നില്ല എന്നതാണ്. പഴയ നിയമപ്രവാചകന്മാരായ ഹോശേയും യെശയ്യാവും ഈ വലിയ പ്ലാൻ മുൻകൂട്ടി കണ്ടിരുന്നു. എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും പ്രിയയല്ലാത്തവരെ പ്രിയ എന്നും ഞാൻ വിളിക്കും എന്ന് ഹോശേയ പ്രവചിക്കുന്നുണ്ട്. ഇത് നമ്മളെപ്പോലെയുള്ള സാധാരണ ജാതികളെ ദൈവം സ്വീകരിക്കുന്നതിനെക്കുറിച്ചാണ്. അതുപോലെ ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽപ്പുറത്തെ മണൽ പോലെ ആയിരുന്നാലും അവരിൽ വിശ്വസ്തരായ ഒരു ചെറിയ കൂട്ടം, ഒരു ശേഷിപ്പ് മാത്രമേ രക്ഷിക്കപ്പെടൂ എന്ന് യെശയ്യാവും കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ആ വലിയ ഇടർച്ചക്കല്ല് കടന്നുവരുന്നതല്ലേ? അപ്പോൾ ഇത്രയും വലിയ ദൈവിക പദ്ധതികൾ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാവർത്തികമാകുന്നത്? യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? അത് മനസ്സിലാക്കാൻ 2 വിഭാഗങ്ങളെ നമുക്കൊന്ന് നോക്കാം. ഒന്ന് ജാതികൾ, മറ്റൊന്ന് ഇസ്രയേൽ. നീതിയെ പിന്തുടരാതിരുന്ന ജാതികൾ വിശ്വാസത്താലുള്ള നീതി പ്രാപിച്ചു. എന്നാൽ നീതി എന്ന പ്രമാണത്തെ മുറുകെ പിടിച്ച ഇസ്രയേലോ അവിടെ എത്തിയില്ല. കാരണമെന്താണെന്നോ? അവർ അത് വിശ്വാസത്താലല്ല, സ്വന്തം പ്രവൃത്തികളാൽ നേടാൻ ശ്രമിച്ചു. സ്വന്തം കർമ്മങ്ങളിൽ ആശ്രയിച്ചതുകൊണ്ട് അവർ ആ വലിയ ഇടർച്ചക്കല്ലിന്മേൽ തട്ടിവീണുപോയി. നിങ്ങൾക്കറിയാമോ ആരാണ് ആ ഇടർച്ചക്കല്ലെന്ന്? അത് സാക്ഷാൽ യേശുക്രിസ്തുവാണ്. യെശയ്യാവിന്റെ പ്രവചനത്തിൽ പറയുന്നതുപോലെ, ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും വയ്ക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. അഹങ്കാരികൾക്കും സ്വന്തം പ്രവൃത്തികളിൽ മാത്രം ആശ്രയിക്കുന്നവർക്കും ക്രിസ്തു ഒരു ഇടർച്ചക്കല്ല് തന്നെയാണ്. എന്നാൽ വിശ്വാസത്തോടെ ക്രിസ്തുവിനെ സമീപിക്കുന്നവർക്ക് അവൻ ഉറപ്പുള്ള ഒരു അടിസ്ഥാന പാറയാണ്. അവർ ഒരിക്കലും ലജ്ജിച്ചു പോകേണ്ടിവരില്ല. ദൈവത്തിന്റെ സർവാധികാരവും മനുഷ്യന്റെ വിശ്വാസവും തമ്മിലുള്ള ഈ വലിയ വിഷയം നമ്മൾ ചർച്ച ചെയ്ത് തീരുമ്പോൾ നമ്മുടെ മുന്നിൽ വളരെ വ്യക്തിപരമായൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ടല്ലേ? അതെ, തീർച്ചയായും. ഈ വിശകലനം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ സ്വന്തം പ്രവൃത്തികൾ കൊണ്ടോ യോഗ്യതകൾ കൊണ്ടോ സ്വന്തമായൊരു നീതി കെട്ടിപ്പടുക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണോ? അതോ മറ്റുള്ളവർക്ക് ഇടർച്ചക്കല്ലായ എന്നാൽ വിശ്വസിക്കുന്നവർക്ക് ഉറപ്പുള്ള പാറയായ ക്രിസ്തുവിൽ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമായി അർപ്പിച്ച് വിശ്രമിക്കുകയാണോ? സ്വന്തമായി ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്.